കേരളത്തിൽ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ചാണ് മെന്റേഴ്സിനെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്ന മെന്റേഴ്സിൽ നിന്ന് റോങ് മെന്ററിംഗ് ഉണ്ടാവുന്നു, അത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ ശരിക്കും നമ്മുടെ ബിസിനസ്സിൽ നമ്മളെ മെന്റർ ചെയ്യേണ്ട മെന്റേഴ്സ് ആരാണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ പലപ്പോഴും പല പ്രോഗ്രാംസുകളിലും ഇവന്റ്സുകളിലും ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ പല മെന്റേഴ്സിനെ കണക്ട് ചെയ്യാറില്ല. ഇപ്പോൾ മേ ബി ഇവന്റുകളിൽ പോകുന്നത് തന്നെ പല ആൾക്കാരും മെന്റേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവിടെ സ്പീക്കേഴ്സ് ആയിട്ട് വരുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിനെ കണക്ട് ചെയ്യാനും അവരുമായിട്ട് വിസിറ്റിംഗ് കാർഡ്സ് ഷെയർ ചെയ്യാനും അവരുടെ DM അയക്കുന്നു, ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുന്നു. പക്ഷേ സ്റ്റിൽ അവർക്ക് അങ്ങനെ സപ്പോർട്ടൊന്നും കിട്ടുന്നില്ല, ഒരു ലോൺലി ഫീൽഡിൽ എൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവരാരും തന്നെ സപ്പോർട്ട് ചെയ്യാത്ത എന്നൊക്കെ രീതിയിൽ ചിന്തിക്കുകയും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലാണ് പൊതുവെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും മെന്റേഴ്സ് ഇല്ലാത്തതല്ല ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെന്റേഴ്സിന് അവൈലബിൾ അല്ലാത്തതല്ല എന്നുള്ളതല്ല ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ അപ്രോച്ച് ശരിയല്ല, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ് ശരിയല്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു ആളെ കാണുമ്പോൾ അയാളുടെ അടുത്ത് നേരെ പോയിട്ട് നമ്മുടെ ഐഡിയ പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾ മെന്റർ ചെയ്യുന്ന കഴിഞ്ഞാൽ അയാൾക്ക് മെന്റർ ചെയ്യാൻ പറ്റില്ല. കാരണം അയാൾക്ക് അയാളുടേതായ തിരക്കുകൾ ഉണ്ടാവും, അയാൾക്ക് അയാളുടേതായ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. അയാൾക്ക് അത്രയും സീരിയസ് ആയിട്ട് ആ ഒരു പേഴ്സൺ അത്രയും സീരിയസ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യണം, നിങ്ങളെ ഇൻസൈറ്റ് തരണം എന്നുണ്ടെങ്കിൽ മേ ബി കുറച്ച് ഫ്യൂ ടോക്സ്, ഫ്യൂ ഇൻസൈറ്റ്സ് ഒക്കെ അപ്പം തരാൻ പറ്റുമായിരിക്കും. പക്ഷെ അതിന് ആക്ഷൻസ് എടുക്കാൻ നമുക്ക് പറ്റണം, അതിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് നമ്മൾ എടുത്തിട്ടുള്ളത് ആൾ പറഞ്ഞ സംഗതി തന്നെയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത് തന്നെയാണോ നോക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് തന്നെയാണോ വന്നിട്ടുള്ളത് എന്നൊക്കെ ഓഡിറ്റ് ചെയ്യാനും അതിനനുസരിച്ച് അതിന് ഇംപ്രവൈസ് ചെയ്യാനും നമ്മളെ ഗൈഡ് ചെയ്യാനും പറ്റുന്ന ആളാണ് നമ്മൾ മെന്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇൻസൈറ്റിന്റെ ഒരു ഷോർട്ട് ഫോമിൽ പറയുന്ന ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൾ നമ്മുടെ മെന്റർ ചെയ്തോ അത് വെച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാം എന്ന രീതിയിൽ നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അത് പ്രോബബ്ലി റോങ് ആയി പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുമാണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഈ മെന്റേഴ്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ഗോൾ എന്താണ്, അവിടെ നമ്മളുടെ ബിസിനസിന്റെ ഈ സംഗതികൾ, നമ്മുടെ ബിസിനസിന്റെ റൂട്ട്, നമ്മുടെ ബിസിനസിന്റെ ഗ്രോത്ത് അതിനെ എൻറ്റയർലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും പറ്റുന്ന, നമ്മളെക്കാൾ മുന്നേ ഈ വഴികളിലൂടെ സഞ്ചരിച്ച് എക്സ്പീരിയൻസ് ഉള്ള അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മളിലോട്ട് എത്തേണ്ടതും, നമുക്ക് അവരോട്ട് എത്തേണ്ടതും, നമ്മളിലോട്ട് അവർ ആകർഷിക്കേണ്ടതും, നമ്മളുമായിട്ട് ഒരു കൃത്യമായ കണക്ഷനും മെന്റർഷിപ്പും ഒക്കെ നമുക്ക് തരാനും നമ്മളെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കാനും പറ്റുന്ന ആളുകളിലോട്ട് നമുക്ക് എത്താനും അവരെ നമ്മുടെ കൂടെ നിർത്താനും പറ്റാന്നുള്ളത്. സോ അതിനകത്ത് വലിയൊരു ത്രെറ്റ് നമുക്കിപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചെന്ന് പെടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ മെന്റർഷിപ്പ് വേഴ്സസ് ഫേക്ക് കോച്ചിങ് എന്നുള്ളൊരു സിനാരിയോയാണ്. അതായത് പല ആളുകളും സ്റ്റാർട്ടപ്പ് മെന്റേഴ്സ് ആണ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കൺസൾട്ടൻസ് ആണെന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രൊഫൈൽസുകൾ ഇപ്പോൾ പല സ്ഥലങ്ങളായിട്ട് കാണാറുണ്ട്. ഞാൻ പൊതുവെ എൻ്റെ അടുത്ത് ഒരുപാട് സ്റ്റാർട്ടപ്സ് മെന്റർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് മെന്റർഷിപ്പായിട്ട് മെന്ററായിട്ട് നിൽക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ വരാറുണ്ട്. പക്ഷെ പ്രോബബ്ലി നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിംഗിൾ പേഴ്സൺ ഒരു മെന്ററായിട്ട് അതിൽ നിന്ന് കൊടുത്താലും ഒരു പരിധിക്കപ്പുറത്തൊക്കെ അതിലോട്ട് പെർഫോം ചെയ്യാനോ എക്സിക്യൂഷനിലോ വർക്ക് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഈവൻ അവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനോ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. ഈവൻ നമ്മളിപ്പോൾ അവർക്കൊരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ സംഭവം അവർ ഇംപ്ലിമെന്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അവരുടെ എന്തായി, അതിന്റെ അപ്ഡേറ്റ്സ് എന്താണ്, അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എന്ത് റിസൾട്ടാണ് ഉണ്ടായത്, അതിന്റെ ഫ്രീക്വൻസി എത്രത്തോളം ഉണ്ട്, അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അതിലേക്കുള്ള ബാക്കി ഇൻപുട്സ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇൻപുട്ട് നമ്മൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം കൊടുത്ത ഇൻപുട്ടിന്റെ ബേസിലായിരിക്കും അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലോട്ടല്ല ആ ഇൻപുട്ടിന്റെ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ആ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ആ റോങ് ഡയറക്ഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ പറയുന്നില്ല, പക്ഷേ സ്റ്റിൽ അങ്ങനെയും സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുമ്പോൾ പോലും ഇവിടെ ഒരുപാട് ഫേക്ക് മെന്റേഴ്സ് അല്ലെങ്കിൽ ഫേക്ക് ഗുരൂസ് ക്രിയേറ്റ് ആയി വരുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവരെ മാറ്റി നിർത്തി മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് പേയ്മെന്റ് എന്നുള്ളൊരു കേസ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുന്ന സമയത്ത് 50K ചാർജ് ചെയ്യുന്ന കോച്ചുകളുണ്ട്, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മെന്റർഷിപ്പ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഇൻസ്റ്റാഗ്രാം DM റിപ്ലൈ വരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ ഫോളോ അപ്സുകളായിട്ട് നിങ്ങൾ സ്റ്റാർട്ടപ്പ് മെന്റർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെന്റർ ചെയ്ത് തരാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെടുത്ത് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ സ്റ്റാർട്ടപ്സ് പ്രോപ്പറായിട്ട് മെന്റർ ചെയ്യുന്ന മെന്റേഴ്സ് ഒരിക്കലും നിങ്ങളെടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ സ്റ്റാർട്ടപ്പ് ഞാൻ മെന്റർ ചെയ്യാമെന്ന് പറയില്ല. അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഡോ കാര്യങ്ങളോ നിങ്ങളിലോട്ട് എത്തിക്കില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റും കാര്യങ്ങളും അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കൺസൾട്ടൻസി ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. പക്ഷേ അതിനപ്പുറത്തോട്ട് നിങ്ങളെ ചാർജ് ചെയ്ത് നിങ്ങൾ മെന്റർഷിപ്പ് ഞാൻ തരാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്ന അപ്രോച്ചസുകൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാൻ കൃത്യമായി പറയുകയാണ്, നിങ്ങൾ പൈസ വാങ്ങി അല്ലെങ്കിൽ ഫീസ് ഏർപ്പാടാക്കി ഫീസ് വാങ്ങി മെന്റർഷിപ്പ് കൊടുക്കുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഈ ഫീസ് കാര്യങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള വാല്യൂ ഡെലിവറി ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെന്റേഴ്സും ഇതിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ ടൈമിന് വാല്യൂ ചെയ്തിട്ട് അതിനനുസരിച്ച് ഫീസ് വാങ്ങുന്ന മെന്റേഴ്സും ഉണ്ട്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഇതിൽ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്, അവർ ജസ്റ്റ് പറയുന്ന ആൾക്കാരാണോ ഈ ചെയ്യുന്ന ആൾക്കാരാണോ എന്ന് നോക്കണം. കൺസൾട്ടൻസിന് പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിത് എക്സിക്യൂഷനിൽ വർക്ക് ചെയ്യാനുള്ള ചലഞ്ചസ് ഒരുപാട് ഉണ്ടാവും. അപ്പോൾ അവർ ആ എല്ലാ ഡൊമൈനിലും എക്സിക്യൂഷനിൽ വർക്ക് ചെയ്തിട്ട് വേണം അവരെ കൺസൾട്ട് ചെയ്യാൻ വാശി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ഡിസിഷൻസും പല ഇൻസൈറ്റ്സും അവരെന്തെങ്കിലും ഒരു കാര്യം നോക്കി പഠിച്ച് അത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്ത് തരുന്നതാവും, സ്ട്രാറ്റജി സജസ്റ്റ് ചെയ്ത് തരുന്നതാവും. സോ അവരും അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബ്ലൈൻഡ്ലി നമ്മൾ അതിൽ പോയി ട്രസ്റ്റ് ചെയ്തിട്ട് അത് മാത്രം ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. സോ മെന്റേഴ്സ് അല്ലെങ്കിൽ കൺസൾട്ടൻസ് പറഞ്ഞു തരുന്ന ഇൻസൈറ്റ്സിനെ നമ്മളുടെ ബിസിനസ് എത്തിക്സും നമ്മുടെ ബിസിനസ് വാല്യൂസും നമ്മുടെ മിഷനുമായിട്ട് അലൈൻഡ് ആണോ എന്ന് നോക്കി അതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിനെ പ്രോപ്പറായി ഓഡിറ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത് അതിന് റിസൾട്ട് കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓഡിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായി ബാക്ക് ഫയർ ചെയ്യാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്. സോ അത് നമ്മൾ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രമേ തരത്തിലുള്ള മെന്റർഷിപ്പുകൾ അല്ലെങ്കിൽ ഗൈഡൻസുകൾ നമ്മൾ എടുക്കാവൂ. അത്തരത്തിലുള്ള ഡിസിഷൻസ് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും നമ്മുടെ ഡിസിഷൻസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരിക്കരുത്. അതിനും കൂടെ നമ്മൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്
എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ ഇതിലുള്ള ഫേക്ക് മെന്ററിങ്ങും കാര്യങ്ങളും പൊതുവെ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് റിയൽ മെന്റേഴ്സ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് ആണ്. ശരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല നിങ്ങളുടെ മെന്റേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ റോങ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മുന്നിൽ എഴുതി തരുന്ന, നിങ്ങൾ പറയുന്നത് തെറ്റാണ്, നിങ്ങളുടെ അടുത്ത് പറയുന്ന, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന, നിങ്ങൾ പോകുന്ന റോങ് ഡയറക്ഷനിലാണ് എന്ന് നിങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളുടെ റൈറ്റ് മെന്റേഴ്സ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ഒരിക്കലും കംഫർട്ടബിൾ അല്ലാത്ത രീതിയിലുള്ള റിജക്ഷൻസ് അല്ലെങ്കിൽ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത നോ എന്നുള്ള വേർഡ്സ് ആണെന്നുണ്ടെങ്കിലും, ഇത് റോങ് ആണ്, ഇത് തെറ്റാണ് എന്ന് നമ്മളോട് പറയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഹിറ്റ് ആവും, നമുക്കത് പെയിൻ ഉണ്ടാക്കും. പക്ഷേ അതാണ് നമ്മളുടെ റിയൽ മെന്റർഷിപ്പ്, റിയൽ ഗൈഡൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു റോങ് വേയിൽ പോകുന്ന സമയത്ത് അത് മനസ്സിലാക്കി ഫൈൻഡ് ചെയ്ത് നമ്മളെ കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നവരാണ് റിയൽ മെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാരാണ്, നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ ടോട്ടലി നമ്മൾ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് കേരള മാർക്കറ്റിൽ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന മറ്റൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബിസിനസ് ഏരിയയിലുള്ള ഒരു ഗ്യാപ്പ് ഭയങ്കരമാണ്. അതായത് നമുക്കിപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഒരു ലൈക്ക് 10 years 20 years അല്ലെങ്കിൽ ഈവൻ 5+ years ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ബിസിനസ് ഓണേഴ്സ് എന്ന് വിളിക്കാൻ പറ്റും. അവരുടേതായ എക്സ്പീരിയൻസ് അവർക്കുണ്ട്. പക്ഷേ ഒരു 10 years 20 years 30 years ഒക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ബിസിനസ് ഓണേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ എക്സ്പീരിയൻസ് ഇൻ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഡിഫറൻറ്റ് ഏരിയയിലാണ്, ഒരു ഡിഫറൻറ്റ് മാർക്കറ്റിലാണ്, ഡിഫറൻറ്റ് സിറ്റുവേഷൻസിലാണ്. നമ്മൾ നിൽക്കുന്ന മാർക്കറ്റ് സിറ്റുവേഷനും അതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പലപ്പോഴും നമ്മൾ അവരെ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് പലപ്പോഴും വരാറുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ അടുത്തൊരു പോയിന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെന്റേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിനെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ഇപ്പോഴത്തെ മാർക്കറ്റിലും ബിസിയാണ്. കാരണം അവർ ഇപ്പോഴത്തെ മാർക്കറ്റിലും അപ്ഡേറ്റഡ് ആണ്, ഇപ്പോഴത്തെ മാർക്കറ്റിൽ അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മളെ മെന്റർ ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ള പ്രശ്നമാണ്. അവർ ഒരുപാട് ബിസിയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സോ അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ ലൈക്ക് നമ്മൾ ഈ ഒരു കേസസിൽ നമ്മുടെ കേരള മാർക്കറ്റിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ ഈ ഒരു ഗ്യാപ്പ് അവിടെ വലുതായി വരുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ സ്വാഭാവികമായിട്ടും അൺഏൺഡ് ആയിട്ടുള്ള കോൺഫിഡൻസും അതുപോലെ തന്നെ അൺടെസ്റ്റഡ് ആയിട്ടുള്ള ഫ്രെയിം വർക്സുകളൊക്കെ ഒരുപാട് സെല്ല് ചെയ്യപ്പെടുന്നതും ഒരുപാട് കൺസൾട്ടൻസും ഒരുപാട് മെന്റേഴ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ സോക്കോൾഡ് മെന്റേഴ്സ് ഒക്കെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ മെന്റർഷിപ്പിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെന്റേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു. ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് എങ്ങനെ ഒരു മെന്റേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെ മെന്റേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബിസിനസ് കാർഡുമായിട്ട് നടന്നു കഴിഞ്ഞാൽ ബിസിനസ് കാർഡ് അവിടെ കൊണ്ടു കൊടുത്ത് ഇവിടെ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെന്റർ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ആക്ച്വലി റിയൽ ആയിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു റിയൽ പ്രൊഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ റിയൽ ബിൽഡേഴ്സിന്, റിയൽ ഫൗണ്ടേഴ്സിന്, റിയൽ ബിസിനസ് ഓണേഴ്സിന്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിങ്ങളെ മെന്റർ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളെ കറക്റ്റ്ലി സ്പോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾക്ക് അതിലുള്ള കമ്മിറ്റ്മെന്റും, നിങ്ങൾക്ക് അതിലുള്ള ക്ലാരിറ്റിയും, നിങ്ങൾക്ക് അതിലുള്ള കോൺഫിഡൻസും കമ്മിറ്റ്മെന്റും ഇതെല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് നമ്മൾ എപ്പോഴും പറയില്ലേ, നമുക്ക് റിയൽ ബിൽഡേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും തന്നെ പറയും. അതുപോലെ തന്നെയാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ, നിങ്ങളുടെ പ്രോസസ്സിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ മെന്റർ ചെയ്യാൻ, നിങ്ങളെ ഗൈഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ആൾക്കാർ നിങ്ങളിലോട്ട് എത്തിച്ചേരും. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തൊരു തിങ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ മെന്റേഴ്സിനൊക്കെ അല്ലെങ്കിൽ മെന്റേഴ്സ് ആക്കാൻ പറ്റുന്ന ആളുകളുടെ അടുത്ത് എത്തുന്ന സമയത്ത് നമ്മൾ മെന്റർ ആവുമെന്ന് നമ്മൾ ഡയറക്റ്റ്ലി ചോദിക്കാതെ നമ്മൾ ലൈക്ക് ഒരു സ്പെസിഫിക്കലി ഒരു പോയിന്റ് ആസ്ക് ചെയ്യുക, ലൈക്ക് നമുക്കുള്ള ചലഞ്ചസിനെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആസ്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ അതിൻ്റെ അകത്ത് എനിക്ക് വൈ റീസൺസ് ആണ് ഉണ്ടായത്, അതിൽ ഇന്ന പ്രശ്നങ്ങളാണ് എനിക്ക് ഉണ്ടായത്. പക്ഷേ അതെനിക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതാകാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലം ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ എൻ്റെ അറ്റ് പെർസെന്റ് ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത്. അത് ഇതിനെ എനിക്ക് ബ്രേക്ക് ത്രൂ ചെയ്യണം. അത് ഞാൻ മൾട്ടിപ്പിൾ സംഭവങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കി, ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് അത് ഗോ ത്രൂ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇൻസൈറ്റ് അതിൽ തരാൻ വേണ്ടിയിട്ടുള്ളത്, സാറിന് ഇപ്പോൾ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ സാർ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിൽ എന്താണ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ സ്പെസിഫിക് ആയിട്ട് ഒരു പ്രോബ്ലം അഡ്രസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ ആ പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അവരുടെ ഇൻസൈറ്റ് എന്താണ്, അവരതിൽ സൊല്യൂഷൻ എന്തായിരിക്കും എടുക്കുക എന്ന് പറയുന്ന സമയത്ത് നമുക്കത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഇവിടെ പോയിട്ട് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും, റിവ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആൻസർ ഫോളോ ചെയ്ത് അത് കിട്ടിയാൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് ഫീഡ്ബാക്ക് തിരിച്ച് നമ്മൾ പറയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻസൈറ്റ്സ് വാങ്ങിയിട്ട് നമ്മൾ വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യും. അതിന്റെ എന്ത് റിസൾട്ട് ആണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ അവരെടുത്ത് എത്തിക്കില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റോങ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഉദ്ദേശിച്ച റിസൾട്ട് അല്ല ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ, ആൾക്ക് നമ്മളെ കറക്റ്റ് ചെയ്ത് തരാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഫീഡ്ബാക്ക് അവിടെ എത്തിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ നമുക്കൊരു ഇൻസൈറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മളത് ഒരു വാല്യൂബിൾ ആയിട്ട് എടുത്തിട്ടുണ്ട്, നമ്മൾ അതിന് അഗെയിൻസ്റ്റ് അയാൾക്ക് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും അവരെ നമ്മൾ അറിയിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ നിങ്ങളെ മെന്റർ ചെയ്യാനും നിങ്ങളെ വീണ്ടും ഗൈഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു താല്പര്യം അതിനുള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരും. കാരണം ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ
പിള്ളേർ പോയിട്ട് അത് ചെയ്തു, അതിന് റിസൾട്ട് അവരുണ്ടായി, ആ റിസൾട്ട് അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. സോ അവർ നല്ല പിള്ളേരാണ്, അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, റിയലി ആക്ഷൻസ് എടുക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. കാരണം അവർ ഒരുപാട് ആളുകൾ ഒരു ദിവസം കാണുന്നതായിരിക്കും, പലതും പറഞ്ഞു പോകുന്നുണ്ടാവാം, പിന്നീട് പറയുമ്പോൾ വേറെ ആയിരിക്കും പറയുന്നത്. ഇങ്ങനത്തെ പല ആൾക്കാരുള്ള സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അതിൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അവരെ ഷോക്കേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. അതിനൊരു പ്രോപ്പർ മെന്റർഷിപ്പ് ഗൈഡൻസ് നമുക്ക് ഫോർവേഡ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട 3 വാല്യൂ പില്ലേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ടൈം കംപ്രഷൻ എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 years കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ് അല്ലെങ്കിൽ 2 years ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ 2 minutes സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി ആ 2 വർഷം സഞ്ചരിച്ച് പോയി അതിൽ റിസൾട്ട് കണ്ടിട്ടുള്ള ഒരാളുണ്ടാവും. ആളെടുത്ത് പോയിട്ട് നമ്മൾ ആസ്ക് ചെയ്യുന്ന സമയത്ത് ആളും സെയിം പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ട് ഇംപ്ലിമെന്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ആളെടുത്ത് പോയിട്ട് നമ്മൾ ഈ പ്രോബ്ലം പറയുന്ന സമയത്ത് നമ്മൾ ഇത്രയും 2 വർഷം അതിന് പിന്നാലെ ഓടുന്നതിന് പകരം നമുക്ക് ആ 2 minutes അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് കിട്ടും, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ എനർജി തന്നെ അതിൽ കീപ്പ് ചെയ്യണം, ആ ഒരു വാല്യൂ നമ്മളതിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ പോയിട്ട് ഒരു മീറ്റിംഗ്, ഒരു കാഷ്വൽ മീറ്റപ്പ് എന്നുള്ള രീതിയിൽ ആളായിട്ട് മീറ്റിംഗ് ഇരിക്കുന്നതിനെക്കാട്ടിലും നമുക്കൊരു മെന്റർഷിപ്പ് ഗൈഡൻസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള റീസൺസ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള മീറ്റിംഗ് തന്നെ ഇരിക്കണം. ലൈക്ക് ഒരു കാഷ്വൽ മീറ്റിംഗ്സ് അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആളെടുത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഹാർഡ് ട്രൂത്ത്സ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ കറക്റ്റായിട്ട് ആളെടുത്ത് പറഞ്ഞു വെച്ചാൽ എനിക്ക് ആളുടെ പേഴ്സണലി ലൈക്ക് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് റിക്വയർമെന്റ് ഉണ്ട്, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം, എനിക്ക് ഇന്ന റീസൺസ് കാരണത്താൽ ഇന്ന അജണ്ടാസിൽ നമുക്കൊരു മീറ്റിംഗ് ഇരിക്കണം എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് നമ്മൾ അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആളായിട്ട് ഒരു സ്പെസിഫിക് മീറ്റിംഗ് ഇരുന്നാലാണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരാൻ ആൾക്ക് പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാർഡ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളതാണ്. നമ്മൾ വെറുതെ കേട്ട് പോരാ എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ അടുത്ത് മെന്റേഴ്സ് കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യണം, അതേസമയം നിങ്ങൾ തിരിച്ചും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ആൾ തന്നിട്ടുള്ള ഇൻസൈറ്റ്സിൽ നമ്മൾ എന്ത് ആക്ഷൻസ് എടുത്തു, അത് എന്ന ടൈം ലൈനിനുള്ളിൽ എടുക്കണം. അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മെന്റർഷിപ്പ്, അടുത്ത ഗൈഡൻസ് ആളുടെ കയ്യിൽ നിന്ന് കിട്ടരുത്. ആ രീതിയിലായിരിക്കണം നിങ്ങൾ മെന്റർഷിപ്പ് എടുക്കേണ്ടത്. ഇവൻ നിങ്ങളെ മെന്റർ ചെയ്യുന്ന പേഴ്സൺ അത്ര തന്നെ ഒരു ഇതല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ആക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വേണമെന്ന് നിങ്ങൾ അങ്ങോട്ട് വാശി പിടിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരു ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻസൈറ്റിനോ ഗൈഡൻസിനോ നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റിനോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടരുത്. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു അക്കൗണ്ടബിലിറ്റി നിങ്ങൾ നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ അവോയ്ഡിങ് ചെയ്യരുത്, നമ്മൾ ക്ലിയർ ആയിട്ട് സോൾവ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു മെന്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ് ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ സംസാരിക്കാനുള്ള കാര്യങ്ങൾ. ഇനി മറ്റൊരു വീഡിയോ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും മെന്റർഷിപ്പ് ഇക്വിറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ലൈക്ക് മെന്റേഴ്സിന് അഗെയിൻസ്റ്റ് നമ്മളെ മെന്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് തിരിച്ച് അവർക്ക് എന്താണ് കൊടുക്കാൻ പറ്റുക, മോർ ദാൻ ഫീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ കൺസൾട്ടേഷൻ ഫീസ് ഒക്കെ കൊടുക്കുന്നതിന് പകരം അവർക്ക് നമുക്ക് ഇക്വിറ്റി ഓഫർ ചെയ്യാനും സർട്ടിഫിക്കറ്റ് ഓഫർ ചെയ്യാനും ലൈക്ക് ESOPസിലൂടെയൊക്കെ നമുക്ക് അവരോട് കോൺട്രിബ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നീട് സംസാരിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ആൻഡ് ഞാനിതിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ആക്ച്വലി ഒരു ഗൈഡിനെ അല്ല നോക്കുന്നത്. നിങ്ങളൊരു ഫോറസ്റ്റ് കാണിക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ഒരു ഗൈഡിനെ അല്ല. അപ്പുറത്തോട്ട് നിങ്ങളെ കൂടെ നിന്ന് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും, ഇൻ ദ സെൻസ് നിങ്ങളെ കൂടെ ഫുൾ ടൈം ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത്. എക്സാക്ട്ലി ആ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ആ സ്പെസിഫിക് പ്രോബ്ലംസ് കിട്ടുന്ന ആൾക്കാരെയാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പോൾ ഇവിടെ എല്ലാ സമയത്തും ഒരാൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററായിട്ട് ഉണ്ടാവുക എന്നുള്ളതൊന്നും, അല്ലെങ്കിൽ എല്ലാ സമയത്തും അയാൾക്ക് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിക്കോളന്നില്ല. ഓരോ ടൈമിലും ഓരോ പ്രോബ്ലംസിനും അതിന് ആപ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആരാണോ അവരെടുത്ത് നമ്മൾ പോയിട്ട് അവരിൽ നിന്ന് നമ്മൾ ഇൻസൈറ്റ്സ് എടുക്കാം, അവരിൽ നിന്ന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കാം എന്നുള്ളതാണ്. ഈ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യാന്നുള്ളതാണ് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്ന സംഗതി എന്ന് പറയുന്നത് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ലൈക്ക് എടുക്കുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ എന്തുകൊണ്ടാണ് മെന്റർഷിപ്പ് എടുക്കേണ്ട ആവശ്യം, എനിക്കിതൊക്കെ അറിയാലോ എന്നുള്ളൊരു പെർസ്പെക്റ്റീവുള്ള ആൾക്കാരും പലപ്പോഴും കാണാറുണ്ട്. ശരിക്കും മെന്റർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം അടിപൊളിയാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മളുടെ സ്കിൽസും നമ്മുടെ മൈൻഡ് സെറ്റും നമ്മളുടെ ബിസിനസ്സും പ്രൊഡക്റ്റും ഒക്കെ അതിനനുസരിച്ച് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റും കൂടിയാണ് ഈ ഒരു മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ നടത്തിയേ പറ്റുള്ളൂ. ഇത്തരത്തിലുള്ള മെന്റർഷിപ്പുകൾ ഗൈഡൻസുകൾ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. അത് നമുക്ക് ഓരോ സമയത്ത് ആവശ്യമായ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് തരാൻ പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ എത്തിച്ചേരുക, അവരിൽ നിന്ന് ഇൻസൈറ്റ്സ് എടുക്കുക, അതിന് കൃത്യമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യുക, അതിൻ്റെ ആക്ഷൻസ് എടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് ഓഡിറ്റ് ചെയ്യപ്പെടണം, അതിൻ്റെ റിസൾട്ട്സ് റിവ്യൂ ചെയ്യപ്പെടണം, അതിൻ്റെ ഫീഡ്ബാക്സ് അതിൽ നിന്നൊരു പ്രോപ്പർ റിലേഷനിലോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ് മെന്റേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റട്ടെ, ആൻഡ് റൈറ്റ് മെന്റേഴ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റട്ടെ എന്നുള്ളതും കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ വെഞ്ചേഴ്സിനെ, നിങ്ങളുടെ ബിസിനസ് ഓണേഴ്സിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അച്ചീവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം.